കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ റീറ്റെയിൽ ഏരിയയിൽ വളരെ മികച്ച വികസനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റീറ്റെയിൽ ഏരിയ മാത്രം നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ അടുത്താണ് നമ്മുടെ കല്യാൺ സിൽക്സിന്റെ ഒരു വലിയ ഔട്ട്ലെറ്റ് കൊല്ലം ജില്ലയിൽ തുറന്നത്. നമ്മുടെ നടൻ പൃഥ്വിരാജ് കുമാരനായിരുന്നു ആ ഒരു ഔട്ട്ലെറ്റിന്റെ ഇനാഗുറേഷൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൂടാതെ കൊല്ലം പുനലൂരിൽ PRV ഗ്രൂപ്പിന്റെ PRV ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു മാൾ വരുന്നുണ്ട്. അവിടെ എയ്ഡിസ്പ്ലക്സിന്റെ 3 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം കൊട്ടിയത്ത് ഡ്രീംസ് മാൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള ലുലു ഡെയിലി നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ ഡ്രീംസ് മാളിലാണ് വരുന്നത്. അപ്പോൾ ലുലുവിന്റെ ആദ്യത്തെ ഒരു ഔട്ട്ലെറ്റ്, കൊല്ലത്തെ ആദ്യത്തെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇപ്പൊ ഇവിടെ കുട്ടിയത്ത് തുറക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ ലാലേട്ടന്റെ ആശീർവാദ് സിനിപ്ലക്സിന്റെ 3 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററും തുറക്കുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് അവരുടെ ഒരു ഡ്രീംസ് അപ്പാർട്ട്മെന്റും ആ ഒരു മാളിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ ബ്രാൻഡ്, ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ്, നമ്മുടെ ബ്രാൻഡാണ് പക്ഷെ അത് ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് ഇന്ന് കൊല്ലത്തേക്ക് വരുവാണ് കേട്ടോ. ഏതെന്നറിയോ? നമ്മുടെ ലക്ഷൂറിയസ് ഹോട്ടൽ ബ്രാൻഡ് ആയിട്ടുള്ള താജ് ഗ്രൂപ്പ് കൊല്ലത്തേക്ക് വരുവാണ്. അതും ഒരു വലിയ റിസോർട്ടായിട്ട്. റിസോർട്ട് എന്ന് പറയുമ്പോൾ കൊല്ലത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് പ്രധാനപ്പെട്ട ക്ലബ് മഹീന്ദ്ര പോലുള്ള ബ്രാൻഡുകളുടെ ഫ്ലോട്ടിംഗ് റിസോർട്ടുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ് നമ്മുടെ അഷ്ടമുടിക്കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അവിടെ ആയിരിക്കും വരാൻ പോകുന്നത്, പക്ഷേ അവിടെ അല്ല. പിന്നെ അടുത്തത് നമ്മുടെ മൺട്രോത്തുരുത്താണ്. മൺട്രോത്തുരുത്തും വളരെ മനോഹരമായ കൊല്ലത്തുള്ള ഒരു ഏരിയ ആണ്, പക്ഷേ അവിടെയല്ല കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ ഈ ഒരു താജ് റിസോർട്ട് വരുന്നത് തിരുമുല്ലാവാരത്താണ് കേട്ടോ. അപ്പൊ തിരുമുല്ലാവാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം ഓർമ്മ വരുന്നത് തിരുമുല്ലാവാരം ബീച്ച് തന്നെയാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ തിരുമുല്ലാവാരം ബീച്ചിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പുതിയ താജിന്റെ റിസോർട്ട് വരുന്നത്. തിരുമുല്ലാവാരം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറബിക്കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിങ്ങളുടെ ഒഴിവു ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹോസ്പിറ്റാലിറ്റി കമ്പനി ആയിട്ടുള്ള IHCL, ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ലിമിറ്റഡ്സ് ആണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു താജ് ഗ്രൂപ്പുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. മൊത്തം 13 ഏക്കറിലായിട്ടാണ് ഇപ്പൊ ഈ ഒരു റിസോർട്ട് നിർമ്മിക്കുന്നത്. അതിൽ തന്നെ 600 അടിയോളം ബീച്ച് ഫ്രണ്ട് ഏരിയ വരുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്ര റൂം ഉണ്ടായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ 205 റൂമാണ് മൊത്തം ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല വലിയൊരു റിസോർട്ട് ഏരിയ തന്നെയാണ്. പിന്നെ അറബിക്കടലിന് സമീപത്തായതുകൊണ്ട് തന്നെ ആ ഒരു മനോഹാരിത കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റ് അമ്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഡേ ഡൈനർ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ വെജ് റെസ്റ്റോറന്റ് ഉണ്ട്. അതുപോലെ സ്വിമ്മിംഗ് പൂള്, സ്പാ, ബാർ, ജിം ഏരിയ തുടങ്ങി ഒട്ടനവധി സംഭവങ്ങളൊക്കെ ഈ ഒരു റിസോർട്ടിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കോർപ്പറേറ്റ് ഗ്യാതറിങ്ങും അതുപോലെ തന്നെ സോഷ്യൽ ഇവന്റ്സുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 20,000 സ്ക്വയർ ഫീറ്റ് ഒരു ബാങ്കറ്റ് ഏരിയയും വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു വലിയ ലോൺ ഏരിയയും കിട്ടും. അപ്പോൾ ഇത്രയും വലിയൊരു ലക്ഷൂറിയസ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്കൊക്കെ ഒരുപാട് കോർപ്പറേറ്റ് ഇവന്റ്സുകളൊക്കെ ഒരുപാട് നടക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വളരെ റിലാക്സ് ആയിട്ട് തന്നെ അവർക്ക് ആ ഒരു ഇവന്റ്സ് ഒക്കെ ഇവിടെ വെച്ച് നടത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ IHCLന് താജ്, വിവാന്ത, ജിഞ്ചർ ബ്രാൻഡുകളായിട്ട് മൊത്തം 20ഓളം പ്രോപ്പർട്ടീസ് ആണ് കേരളത്തിൽ മാത്രമുള്ളത്. അതിൽ തന്നെ 6 എണ്ണത്തിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു വളരെ വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താജ് ഗ്രൂപ്പിനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ ബ്രാൻഡാണ്. അപ്പം അതുകൊണ്ട് അത്രയും വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ വന്നിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പം ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ്, ഇതിന്റെ പണി ഇന്ന് തീരും, ഇതിന്റെ ഇനാഗുറേഷൻ എന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും ഇനിയുള്ള വർഷങ്ങളായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിൽ അപ്ഡേറ്റ് ചെയ്യാം.